ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ടു ന്യൂ വീഡിയോ ഓഫ് ഗെയിം ബ്ലോഗ്. അപ്പോൾ നമ്മൾ കളിക്കാൻ വന്ന ഗെയിമിൻ്റെ പേരാണ് നൈറ്റ്സ് അറ്റ് ഷീക്സ് ഹോട്ടൽ. 5 നൈറ്റ്സ് അറ്റ് ഷീക്സ് ഹോട്ടൽ. അപ്പോൾ ഇതൊരു ഹൊറർ ഗെയിമാണ് ഗൈസ്. എല്ലാവരും ഹൊറർ ഗെയിം കാണാൻ ഇഷ്ടമുള്ളവരാണെന്ന് തോന്നുന്നതാണ്. കണ്ടില്ലേ, ഈ ഇരിക്കുന്ന മോന്തയുള്ളൊരു അപ്പനുണ്ടല്ലോ, അപ്പനല്ല ഈ ചെവിയുള്ള ആളും, ഷീക്സ് എന്നാണ് ഇയാളെ പേര്. അപ്പോൾ നമ്മൾ ഇയാളെ ഹോട്ടലിൽ 5 ദിവസം താമസിക്കാനാണ് വന്നത്. നമ്മളിതിനകത്ത് 5 ദിവസം താമസിക്കണം ഗൈസ്. അപ്പോൾ just start the game. Start guys. Okay, 5 nights at Sheik's Hotel. Okay, warning, the horror game includes flashing lights and jump scares. Occasionally at a horror guys, jump scare ഉണ്ടെന്ന് പറയുന്നു ഗായ്സ്. എനിക്ക് പേടിയാവുന്നു ഗായ്സ്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു കഥ കാണിക്കുന്നുണ്ട്. എന്താണ് അറിയാൻ വയ്യ. നമ്മൾ ഹോട്ടലിലാന്ന് തോന്നുന്നു വന്നതാണ്. ഓക്കെ, നൈറ്റ് 1 ഗായ്സ്. എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക ഗായ്സ്. ഹൊറർ കളിക്കാൻ വേണ്ടി ഈ ഇരിക്കുന്ന ആളാണ് നമ്മുടെ ഈ ഹോട്ടലിൻ്റെ മാനേജറായ എന്തിനാ നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്രസ് ഓക്കെ, 5 നൈറ്റത്തേക്ക് നമുക്കൊരു റൂം തരണമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എംപ്റ്റി റൂം ഉണ്ട് 2nd ഫ്ലോറിൽ. ഓക്കെ, പ്ലസ് 2 കഴിഞ്ഞു. നമുക്ക് പോകാം. നമുക്ക് താണ്ട് ഇതാണ് സ്റ്റേഴ്സ്. നമുക്ക് ഇതിലൂടെ കയറി മേളിൽ പോകാം. അയ്യോ, ഇത് തുറക്കുമ്പോൾ വൃത്തിയുടെ ശബ്ദം ഗൈസ്, ഒരു വൃത്തിയുടെ ശബ്ദം. തുറക്കാം. ജംസ്കെയർ ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, ജംസ്കെയർ ഒന്നുമില്ല. അപ്പോൾ ജംസ്കെയർ തന്നെ ആയിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് പേടിയാവുന്നു മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. വേറെ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒന്ന് പിടിച്ചിട്ടിരുന്നു ഗൈസ്. നമുക്ക് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു ഡോർ നമുക്ക് തുറക്കാം. നമുക്കിനകത്ത് കയറാൻ പറ്റില്ലേ? വേണ്ട, കയറണ്ട, പോകാം. അതാണ് നമ്മളെ കട്ടിയിൽ നമുക്ക് ഉറങ്ങാനുള്ള ഇവിടെ എല്ലാം ഇവിടെ ഉണ്ട്. അയാൾക്കൊന്ന് ഡംപ് ചെയ്യണമെന്ന് പറയുന്നത്. ഡംപ് ചെയ്യാന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ ഗൈസ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു വേണമെന്ന് തോന്നുന്നു. ഓക്കെ, ഈ റൂം തുറക്കാൻ പറ്റില്ല ഗൈസ്. ലോക്ക്ഡ്. നമ്മുടെ റൂം മാത്രമേ നമുക്ക് തുറക്കാൻ പറ്റൂ. നമ്മുടെ റൂമിൻ്റെ കീ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. നമുക്ക് നേരെ കളിടുവാം. ഒന്നുമില്ല, 5 ഇതില്ല. നമുക്ക് ഈ ഇന്ററാക്ട് ചെയ്യണം. Excuse me, where is the toilet? The toilet is over there. Okay, over there. Don't you dare pissing on the walls. Don't dare pissing on the walls. Okay. തുറന്നു ഗൈസ്, തുറന്നു. നീ പോയി നമുക്ക് അപ്പിയിടാം ഗൈസ്. സ്വത്തമായിട്ട് അപ്പിയിട്ടോ. ഓഹോ, കുലുക്കി മറിച്ചൊക്കെ അപ്പിയിട്ടാണ് അണ്ണൻ. നോക്കാം. അയ്യൊന്നും കാണുന്നില്ലല്ലോ. ഇങ്ങനെ ഫ്ലഷ് അടിച്ചോ? നമുക്ക് അടിക്കാം. അടക്കാം. നേരെ നമുക്ക് പോകാം. ഇങ്ങനെ സംസാരിക്കണ്ടല്ലോ. നമ്മളെ കൊല്ലും. നമുക്ക് നേരെ ഉറങ്ങാം ഗായ്സ്. പോയി കിടന്നുറങ്ങാം ഗായ്സ്. ഓക്കെ, നമുക്ക് നേരെ പോയി കിടന്നുറങ്ങാം. ലെറ്റ്സ് ഉറക്കൽ. ഞാൻ ചെറിയൊരു വാക്ക് ത്രൂ കണ്ടായിരുന്നു. ചെറിയൊരു വാക്ക് ത്രൂ ഗൈസ്. ഇതിൻ്റെ ചെറിയൊരു വാക്ക് ത്രൂ. എക്സ് വാക്ക് ത്രൂ ചെയ്തേ ഉള്ളത്. Last night you took a big dump in my toilet. It took me a long time to clean it. ഓക്കെ, നമ്മളിനകത്ത് ഡംപ് ചെയ്തിട്ടുണ്ട്. അങ്ങേക്ക് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണമെന്നാണ് അങ്ങേര് പറയണത്. നൈറ്റ് 2 ആയി ഗൈസ് കേട്ടോ. നമ്മൾ നൈറ്റ് ശ്രദ്ധിച്ചില്ല അത്. അപ്പോൾ ഗൈസ്, നമ്മൾ ചെറിയൊരു വക്ത് കണ്ട്, അതുകൊണ്ട് മനസ്സിലായത് ഇത് ഹൊറർ ഇതാണ്. നമുക്ക് മനസ്സിലായത് ഇതൊരു ഹൊററാണ് ഗൈസ്. ജംപ് സ്കെയർ ഒക്കെ ഇതിനകത്തുണ്ടെന്നാണ് ഞാൻ പറയണത്. നമ്മൾ ക്ലീൻ ചെയ്യണം ടോയ്ലറ്റ്. ഓക്കെ, ശരി, ക്ലീൻ ചെയ്ത് കൊടുക്കാം ഗൈസ്. അല്ലെങ്കിൽ ഇയാൾ നമ്മളെ പിടിച്ച് വിഴിഞ്ഞ എന്തോ ചെയ്യും. ഓക്കെ, നമുക്ക് ഇയാളെ ചൂലി അടിക്കാം. എന്തിനാ കളിക്കണോ? കരയും നിങ്ങേരി. കരയും. ഒന്നുമില്ല, ക്ലീൻ ചെയ്യാം. മോനെ മേടിച്ച സീനാണ്. ഇവിടുത്തെ ക്ലീൻ ചെയ്യാം. ക്ലീൻ.
ക്ലീൻ. ഓക്കെ, ക്ലീൻ എല്ലാം കഴിഞ്ഞു. നമുക്ക് നേരെ ഇവിടെ നിന്ന് പോകാം. ഓക്കെ, കഥ പറ. എന്നിട്ട് ഇങ്ങനെ കരച്ചിൽ നിൽക്കുന്നില്ലേ? കഥ പഠിക്കുന്നുണ്ട്. ചൂലുമായിട്ട് എങ്ങോട്ട് കയറി പോകുന്നു എന്തോ. Who was that? ജസ്റ്റ് കണ്ടിട്ട് നമ്മൾ ഈ കുന്തം എന്തിനാണ് കൂടെ കൊണ്ടു നടക്കുന്നത് എനിക്കറിയാം. ഉണങ്ങാൻ ഉറങ്ങാൻ നമുക്ക്. I don't feel sleepy. I don't feel sleepy. പിന്നെന്താ? Maybe I should take a look at the paintings. ഓക്കെ, അങ്ങയുടെ ആജ്ഞ പോലെ പെയിന്റിങ് എടുത്തിട്ട് ഓടാനേ ഓടാം. ഓക്കെ, ഇതാണ് പെയിന്റിങ്. ഇതാണ് പെയിന്റിങ്. അയ്യോ, ഇങ്ങനെ തുപ്പിയിട്ട് കഴിയാള്. Oh no, what have I done? I should do something. ഓക്കെ, ഒന്നുമില്ല. ഹൈഡ് പെയിന്റിങ് രംഗവേ ഉണ്ട് ഗൈസ്. രംഗവേ വന്ന് നമ്മളെ പിടിക്കും. എന്നാലും റെഡി 1 2 3 രംഗവേ എൻ്റെ പൊന്നെ ഓടിക്കോ തെളിക്കോ. നമ്മളെ വീണ്ടും പിടിച്ചു കഴിച്ചാൽ നമ്മൾ വീണ്ടും ഇത് ജോലി ചെയ്യണം. ആയതുകൊണ്ട് വീണ്ടും ആദ്യം തുടങ്ങി. എന്തൊരു കഷ്ടം. Last night you took a big dump in my toilet. Now you have to help clean up the toilet floor. ശരി, ചൂടുന്നു വാഴ. എനിക്ക് തോന്നുന്നത് നമ്മൾ റണ്ണവേ അല്ല ഹൈഡ് പെയിന്റിംഗ് ആണ് ചെയ്യേണ്ടത്. ചുമ്മാ അല്ലയാണ് നമ്മൾ പിടിച്ചോണ്ട്. നമ്മൾ റണ്ണവേ ഹൈഡ് പെയിന്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. നല്ലോണം മനസ്സിലായി. ഹൈഡ് പെയിന്റിംഗ് ആയി അപ്പോൾ നമുക്ക് ആ പെയിന്റിംഗ് എടുത്തുകൊണ്ട് പോയി ഹൈഡ് ചെയ്യണമെന്ന് തോന്നുന്നത്. നമ്മളുടെ ഓടി രക്ഷപ്പെടാൻ നോക്കിയതാണ്. അങ്ങേര് കയറി വന്ന് നമ്മൾ അടിച്ച് കൊന്നു കൈ ഉള്ള വാഴ നമ്മൾ തുടച്ച് തീർന്നു. നമുക്കിനി നേരെ പോകാം. നേരെ നോക്കിയോ ഞാൻ ഇങ്ങനെ നല്ല വിഷയമായിരുന്നു. അപ്പോൾ ചുമ്മാ നാൾ പെയിന്റിങ്ങിനടുത്ത് പോയി തുപ്പിയിട്ട് പെയിന്റിങ്ങിനകത്ത് എനിക്ക് പറയാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന ആള് നമുക്കിത് അപ്പോൾ ഇയാൾ കൂടെ കയറി വരും ഗൈസ്. എന്തെങ്കിലും പണി കൊടുക്കാൻ അയാൾക്ക് അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ ഇവിടെ ഒരു ജീവി ഈ ജീവി കള്ള ജീവി പോടാ പഴയ. ഓക്കെ, നമുക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇയാൾ പറയും പെയിന്റിങ് ഉണ്ടാക്കണം നോക്കിയോ. Okay. I don't feel sleepy. I don't feel sleepy. Maybe I should take a look at the paintings. Okay, നമുക്ക് പെയിന്റിങ്ങാണപ്പോൾ കഥമൊക്കെ തുറന്ന് മലത്തിട്ടേക്കാം നമുക്ക്. അല്ലെങ്കിൽ അന്നേരം നമ്മളെ പിടിച്ചോണ്ട് പോകും. അത് നോക്കിയാൽ തുപ്പിയിടും ഇങ്ങനെ ഞാത്ത്. Oh no, what have I done? എന്താ ചെയ്യും? I should do something. രണ്ടവേ ഹൈഡ് പെയിന്റിങ്. 1 2 3 ഹൈഡ് പെയിന്റിങ്. Oh, that was close. Okay, നമ്മൾ പെയിന്റിങ് അവിടെ വെച്ചിട്ടുണ്ട്. Who could it be? Hi, how could I help? Anna? Just checking in. There's some noise coming from upstairs. I didn't hear anything. ഒന്നുമില്ല പോയിക്കോ. Are you sure? Yes. Yes, everything is fine. All right, good night then. Okay sir, thank you. ഈ പെയിന്റിങ് നമ്മൾ എന്തോ ഗൈസ് ഇതിനകത്ത് അങ്ങനെ തുപ്പിയിട്ട് വെച്ച് വാഴ പോടാ ഉറങ്ങ്. ഓക്കെ ഗൈസ്, നൈറ്റ് 3 ആയതുകൊണ്ട് നൈറ്റ് 3 നമ്മളെ മൂന്നാമത്തെ നൈറ്റ് ഗൈസ്. നമ്മളെ കൊല്ലാനുള്ള പരിപാടി സംസാരിക്കുമോ പിന്നെ കൊല്ലാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. എന്താണ് സുഖമല്ലേ? നീ നോക്കി പേടിക്കുന്നതിനെ ഞാൻ എന്തോ ഇത് വായിട്ട് സംസാരിക്കണം. നമ്മളെന്തോ വേണം? ഉറങ്ങണം? എന്താ വേണം? ഫാൻ ഇളക്കണം? നമ്മളെന്നെ അപ്പിയായിക്കോണം. നമ്മളെന്താ വേണം ഇനി? ഇങ്ങനെ മോന്താണ്. ഞാൻ ഇപ്പഴാ മോന്ത ശ്രദ്ധിച്ചു. ഇങ്ങനെ സീനാണ്. സീനാണ്. എന്താ ചെയ്യേണ്ടത് പറഞ്ഞത്? എന്താ
ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് എല്ലാം വന്നിട്ടുണ്ട്. ഫുഡ് വന്ന്. ഈ വാഴയല്ലേ ഇന്നലെ അവിടെ നിന്നത്? കള്ള വാഴ. ഇങ്ങനെ പേടിപ്പിച്ച് ഈ കശണ്ടിത്തലൻ. ഇങ്ങനെ കശണ്ടിത്തലൻ ഉണ്ടാവില്ല. മോട്ടു പട്ടിലൂടെ കണക്ക്. ആ അണ്ണാ സുഖല്ലേ? പിസ്സ ബനാന പിസ്സ നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സാവധാനത്തിൽ കയറ്റാം. എവിടെ പോയിരിക്കും? ഓ ഇങ്ങനെ അടുത്തിരിക്കണമെന്നാ തോന്നുന്നത്. കൈ കാണിക്കാൻ പറഞ്ഞല്ലേ ഉണ്ടക്കണ്ണ. അന്തരം നോക്കുന്നേ കൊള്ള വാഴ. ഇന്നലെ നോട്ടം കണ്ടോ? ഒന്നും അറിയാത്ത കണക്ക്. ഇത് കേട്ടതാ വാഴ എടുത്ത്. അതിനോട് തിന്നോ? ഇതൊക്കെ തീറ്റയായിപ്പോയി. നീ ആരും സംസാരിക്കണം? നോ ഹിയർ വാഴേ ഇവിടെ ഹിയർ വല്ലതും മേടിച്ച് തിന്നണം. വിശക്കുന്നോ? നോ. അപ്പോൾ എനിക്ക് തോന്നുന്നതില്ല വാഴയെടുത്ത് പോയി നമ്മൾ വീണ്ടും സംസാരിക്കണമെന്ന് തോന്നുന്നത്. ഇല്ല തടിയൻ്റെ അടുത്ത്. ലെറ്റ്സ് ഗോ ദേർ. ആയിരിക്കുന്നു. അണ്ണാ സുഖമല്ലേ? സുഖവാടാ. അണ്ണൻ്റെ അടുത്താ ചോദിച്ച സുഖമല്ലേ? സുഖവാടാ. ഓക്കെ അണ്ണാ. ഇതടയ്ക്കണം. ഓക്കെ ഇതടയ്ക്കാം. ഇനി അണ്ണന് ചിലപ്പോൾ ദേഷ്യം വന്നാലും എന്തോ ചെയ്യും? ഓക്കെ അണ്ണൻ ഇവിടെ നിന്ന് സംസാരിക്കണ്ട. പോകാം. ഇനിയിപ്പോൾ അണ്ണൻ്റെ ആജ്ഞ കണക്ക്. ഇനി നൈറ്റ് 3 ആണ് ഗൈസ്. എനിക്ക് തോന്നുന്നു ജംപ് സ്കെയർ ഒക്കെ വരുന്നത് ഇനിയായിരിക്കും. ഓ ഇതൊക്കെ ഇപ്പോഴൊന്ന് കണ്ടതിനെ. നേരെ പോവാം. രാത്രി ആയതുകൊണ്ട് ഐസ് നമുക്കൊന്നും കാണാൻ പറ്റാതെ ഇന്നലെ അങ്ങേരെ മോന്തയൊക്കെ കറുത്തിരുന്ന് ഒന്നും കാണാൻ പറ്റുന്നില്ല. നമുക്കേ ഇല്ല പെയിൻറ്റിങ്ങില്ലേ നമ്മളിവിടെ തുപ്പി ഒഴിച്ച പെയിൻറ്റിങ് തുറക്കാൻ പറ്റില്ല. ഞാൻ തുറക്കാൻ പറ്റത്തില്ല. ഇനി അങ്ങേര് ഇനി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇനി വേറെ ആരും ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ ഇങ്ങനെ ഇടിക്കുന്ന എന്തായാലും. നമുക്ക് ആ പെയിൻറ്റിങ് ഒന്ന് പോയി നോക്കാം. ചിലപ്പം പെയിൻറ്റിങ് എങ്ങനെ ആയതുകൊണ്ടാ തീർന്നില്ലേ? ഇത് കണ്ടോ ഗൈസ്? ഇങ്ങനെ തുപ്പി ഒഴിച്ച് ഈ പെയിൻറ്റിങ്ങിനകത്ത് മൊത്തം തുപ്പി ഒഴിച്ച് വാഴ. ഉറങ്ങി ഗൈസ്. ഓക്കെ അങ്ങനെ ഉറങ്ങി. നമ്മുടെ നൈറ്റ് 4 ആയി ഗൈസ്. ഇനിയാണ് ജംപ് സ്കെയർ ഒക്കെ വരുന്നത് ഗൈസ്. നൈറ്റ് 4 എവിടെ പീസാക്കി അയച്ചാൽ അല്ലേ? അങ്ങനെ എവിടെയോ പോയി ഇരിക്കുന്നുണ്ട്. എനിക്ക് ഉറപ്പാത് ഭ്രാന്തെങ്ങേരിക്ക്. നേരെ ഇവിടെ കാണുന്നുണ്ടോ അങ്ങേരി? ഇല്ല. എന്താണ് ഇതിനകത്തുണ്ട്? ഫുഡ് കഴിക്കണം. നമുക്ക് പോയി. ഇതിനകത്ത് ആരുമില്ല ഗൈസ്. എനിക്ക് പേടിയാവുന്നുണ്ട്. സത്യം പറയാം എനിക്ക് പേടിയാവുന്നു. നേരത്തെ നിലയുണ്ട്. ഇനി അയാളെവിടെ? നേരത്തെ നില കാണും ഗൈസ്. കാണും അയാള്. ഈ പേടി നൈറ്റ് 4 ആയതുകൊണ്ട് തന്നെ അയാൾ നമ്മളെ പെയിൻറ്റ് പൊക്കാണ് ഗൈസ്. ഉറപ്പാണ്. Did you do this to my great grandpa picture? ഗൈസ് പൊക്കി ഗൈസ്. അന്തരേ തോന്നിയെങ്കിൽ പൊക്കി കാണുമെന്ന്. പോയി ഗൈസ് നമ്മളെ പെയിൻറ്റിങ് അയാൾ പൊക്കി ഗൈസ്. പൊക്കി. അയ്യോ അതിന് പേടിയാവുന്നു ഗൈസ്. പെയിൻറ്റിങ് പൊക്കി ഗൈസ് അയാള്. I have had enough of your troubles. സോറി അണ്ണാ. Now you must pay this off by working a night shift for me. Go downstairs and bring the boxes upstairs, then put them in the warehouse. Okay, thank you. താഴെ ഇങ്ങനെ നമുക്ക് പണി തന്ന അയാൾ. നമ്മളെ ബോക്സ് താഴെ ഇങ്ങനെ ബോക്സ് എടുത്തുകൊണ്ട് പോയിട്ട് മേളിൽ വെയർ ഹൗസിൽ കൊണ്ടുവെക്കുന്നു. വെയർ ഹൗസിന് എവിടെയാണ് എന്തോ വാഴയോ നേരെ എന്ത് ചെയ്യും? വെയർ ഹൗസ് എവിടെ ആയിരിക്കും? വെയർ ഹൗസ് വെളിയിലാണോ? വെളിയിലല്ല. വെയർ ഹൗസ് നമ്മൾ റൂം കണ്ടില്ല. സാധനങ്ങൾ കൊണ്ടുവരുന്നത് അതായിരിക്കും വെയർ ഹൗസ്. അതായിരിക്കും വെയർ ഹൗസ്. അവിടെ ഒരാൾ വെയർ ഹൗസ് അല്ല സാധനം കൊണ്ടുവച്ചാണ് നമ്മൾ ആദ്യം. ഇനി നമ്മൾ ഇതിനകത്ത് വല്ല ഇടാം. വേണ്ട, ഇതല്ല വെയർ ഹൗസ്. അപ്പോൾ നമുക്ക് നേരെ മേളിലോട്ട് ഇടാം. ഓക്കെ ഗൈസ്. ഓക്കെ ലെറ്റ്സ് ഗോ. എന്താ ഒന്നുമില്ല. അണ്ണ ഒന്നുമില്ല. അണ്ണ ഇത് നോക്കുന്ന ഇങ്ങനെ
എന്തോ ഇതുണ്ടെന്നെ വല്ലതും ചെയ്താ റൗസ് ഇതാണ് ഗൈസ് ഇവിടെ കൊണ്ട് വെക്കാം നമുക്ക് ഓക്കെ വെച്ചു എന്താണ് ഒന്നുമില്ല ഞാൻ പോകുന്നെങ്കിൽ ശരിയെങ്കിൽ ഗൈസ് പേടിയാവുന്നു നൈറ്റ് ഫോർ ആയി നമ്മളിങ്ങനെ കൊല വെടുക്കാനുള്ള പരിപാടിയാണ് എനിക്ക് തോന്നുന്നത് കൊല വെടുക്കാനുള്ള പരിപാടി തന്നെ എന്തിനാ തെന്നി നോക്കുന്നത് Hey, how are you doing? Hello, I'm fine. Do you need any help? Thanks. It would be great if you could bring a box upstairs. ഇയാൾ കൊണ്ട് വെക്കും നമ്മുടെ ബോക്സൊക്കെ നമ്മൾ അയ്യോ എന്തൊരു ശബ്ദം നമ്മളെ ബോക്സൊക്കെ ഒന്ന് മേളിൽ കൊണ്ട് വെച്ചിട്ടാണെന്ന് ചോദിച്ച് അപ്പോൾ ഇയാൾ ബോക്സൊക്കെ എടുത്തോണ്ട് വെക്കുക നമ്മളെ എന്തുവാ ഈ വാഴ ഇവിടെ എന്തോ ബോക്സ് എടുത്ത് വെച്ചോണ്ട് ഞാൻ പറഞ്ഞപ്പം അപ്പൂപ്പൻ്റെ തല ഈ താഴോട്ട് പോകാം ആ ബോക്സ് നമുക്ക് എടുത്തോണ്ട് വെക്കാം അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ കൊന്ന് തിന്നും അതുകൊണ്ട് നമുക്ക് നേരെ തന്ന പണി ചെയ്യാം ഇല്ല അവന് വിഷമത്തിലെ ഒരെണ്ണം എടുത്തോണ്ട് വെച്ചോണ്ട് തന്നെ നമുക്ക് ഇച്ചിരി ഹെൽപ്പായി ഇച്ചിരി ഹെൽപ്പ് ഈ നൈറ്റ് 4 ഒരു നൈറ്റ് കൂടെ ഉണ്ട് ആ നൈറ്റ് കൂടെ താമസിച്ച് തീർക്കാനുള്ളതാണ് മിക്കവാറും ആ നൈറ്റ് നമുക്ക് താമസിക്കാൻ പറ്റത്തില്ല ആ നൈറ്റ് നമ്മളെ കൊന്ന് കളയും ഗൈസ് അതാണ് എനിക്ക് പേടി ഗൈസ് സ്റ്റെപ്പ് ഇറച്ചിട്ട് പാടാണ് എന്താണ് ഒന്നുമില്ല ഓക്കെ പെട്ടിയും വെച്ചു ഇനി സംസാരിക്കണം ഓക്കെ ഇനി പോയി ഉറങ്ങാൻ പറയുന്നുണ്ട് ഇങ്ങനെ എന്തോത്തിനാന്ന് പറഞ്ഞാൽ മാറിയിരിക്കണം ഒന്ന് ഓക്കെ ഇനി ഉറങ്ങാം അമ്മ അങ്ങനെ കൊല്ലും ഓക്കെ ലാസ്റ്റ് നൈറ്റ് ഗൈസ് മിഡ്നൈറ്റ് 0 ഗൈസ് കണ്ടാ ചുമപ്പ് കളറെല്ലാം ചുമപ്പ് കളറ് ഉണ്ട് എന്തെല്ലാം ചുമപ്പല്ലേ ഇവിടെ നമ്മളെന്തോ ചെയ്യണം നമ്മളെന്തോ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ ഗൈസ് ഇവിടെ നിൽക്കുവാണ് നമ്മൾ നേരെ താഴോട്ട് പോകാം താഴെ അണ്ണൻ കാണും അണ്ണൻ നമ്മളെ വെട്ടും ഉറപ്പാണ് നമ്മൾ ഇങ്ങനെ നോക്കണം താഴെ നൈക്കോട്ടെ ഇവിടാണ് കളികൾ നോക്കി ഇവിടാണ് കളികൾ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു റൂം തുറക്കണമായിരിക്കും ഈ റൂമല്ല യെസ് ഗൈസ് ഈ റൂമായിരിക്കാം ഇങ്ങനെ ചത്ത് കിടക്കുക ഓ മൈ ഗാഡ് ഇയാളെ കുത്തി ആരോ കൊന്നിട്ടേക്കുന്ന ഗൈസ് കുത്തി കത്തിയാണ് നെഞ്ചത്ത് കയറ്റി വെച്ചിരിക്കുന്നത് ഓ മൈ ഗാഡ് ഇയാൾ നേരത്തെ ഇവിടെ നിന്നപ്പോൾ ഇയാൾ മരിച്ചു ഗൈസ് നമ്മൾ എന്തോ ചെയ്യും കഥ പഠിക്കണം ഇയാൾ മരിച്ചു പോയി ഗൈസ് നമ്മൾ പാവം നമുക്ക് പെട്ടിയൊക്കെ എടുത്ത് വെച്ച് വന്ന ആളാണ് നമുക്ക് എന്തായാലും ഓക്കെ ഇതാണ് തുറക്കുന്നത് ഇവിടെ ലോക്കായി നോക്കാം What? The hell is this? നൈറ്റ് 5 ആയി ഗൈസ് ഇപ്പം നമ്മളയാളെ പിടിച്ചു എവിടോ കൊണ്ടുവന്ന് പൂട്ടിയിട്ടേക്കുവാണ് വീഡിയോ നല്ല ലോങ്ങാണ് ഗൈസ് എല്ലാവരും അതുകൊണ്ട് ഇച്ചിരി ലൈക്കൊക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാം നമുക്കൊരു ന്യൂസ് ചെയ്യാം ഗൈസ് ഒരു വെള്ള സാധനം നമ്മളെ സ്ട്രോങ് ആണ് അയാള് എങ്ങനെ സ്ട്രോങ് ഓക്കെ എന്താണല്ലോ അറിയണമല്ലോ എന്തൊക്കെയാണ് I feel weak again. Oh my God, you're alive! Thank God. I thought you would let me see if I can find something to let you free. നമ്മൾ ഇയാളെ ഫ്രീ ആക്കാനാണ് പറയണത് നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിച്ച് ഇയാളെ ഫ്രീ ആക്കണം തുറക്കാം
It says on the back to not drink. I might overdose. അതിലെടുത്ത് വെച്ചേക്കാം. Here, take this energy drink and drink it. Okay. നമ്മളെ കൊന്നു I feel strong. I feel weak again. Oh my God, you're alive! Thank God. I thought you were dead. Let me see if I can find something to let you free. അങ്ങനെ ഇവിടുന്നോ കാഴ്ച വരുന്നത് വാഴ ഈ വാഴ കൊണ്ട് നമുക്ക് ഞങ്ങൾക്ക് ജ്യൂസ് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് ഓടിക്കയറണം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഓപ്ഷൻസ് കാണിക്കുന്നു. It says on the back to I might overdose. Okay, drink one more. Overdose. കളിച്ചിട്ട് നൈറ്റ് 5 വരായി. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഗൈസ് ഇത്രേ ഉള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദി വീഡിയോ ഗൈസ്. അപ്പോൾ ഇതിലും കിണ്ണം കാച്ചി വീഡിയോസ് ഉണ്ട് ഗൈസ്. ഇതിന് ഹൊറർ ആണ് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമ്മളെ മിനി മിലിറ്ററിയുടെ കാര്യം പറയാമെങ്കിൽ നമ്മളെ ഫസ്റ്റ് പാർട്ട് മിലിറ്ററി ഫസ്റ്റ് പാർട്ടായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ID ഞാനൊന്ന് നോട്ടിനകത്തേക്കും ആ ഐ ഡി കഴിച്ച് ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഫോളോ ചെയ്യുന്നതും ഗെയിമും കാണാവുന്നതുമാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് കിട്ടുന്ന വീഡിയോസിനായി സ്റ്റേ ട്യൂൺ ഗൈസ്, സ്റ്റേ ട്യൂൺ. അപ്പോൾ നമ്മൾ ആദ്യം ഗെയിമറുമായിട്ടൊക്കെ ഒരു മൾട്ടിപ്ലെയർ സൗകര്യം സെറ്റ് ആക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും ബൈ.